താനിപ്പോഴും പശുവിനെയും പോറ്റി പാലും വിറ്റ് ജീവിക്കുകയാണോ? എന്ത് ലാഭം കിട്ടാനാ ഇതിൽ നിന്നൊക്കെ? എനിക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട് ശേഖരേട്ടാ. അത്ര വലിയ നഷ്ടമാണെങ്കിൽ നാട്ടിലെ മറ്റ് കൃഷികൾ താഴോട്ട് പോകുമ്പോ കറവ കൃഷിയും പാലുൽപാദനവും എന്താ മുകളിലോട്ട്? തർക്കം ഞാൻ കേട്ടു. ഇതൊരു ബലൂണാണ് അല്ലേ ശേഖര? അതെ. അതായത് ഒരു റബ്ബർ ഉൽപ്പന്നം തൂക്കം 5 ഗ്രാം, വില 10 രൂപ. അപ്പോ ഗ്രാമിന് 2 രൂപ നിരക്കിൽ 1 കിലോയ്ക്ക് 2000 രൂപ. പക്ഷേ 1 കിലോ റബ്ബറിന് കർഷകന് കിട്ടുന്നത് എത്രയാ? അതിപ്പോ 80-90 രൂപ മാത്രം. എന്നുവച്ചാൽ ബാക്കി 1920 രൂപയുടെ ഭീമമായ ലാഭം അടിച്ചെടുക്കുന്നത് റബ്ബർ കർഷകനല്ല, മറ്റുള്ളവരാണ്. എന്നാൽ പാലിന്റെ കാര്യം അങ്ങനെയല്ല. ഉൽപാദനം, സംഭരണം, ശീതീകരണം, സംസ്കരണം, പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയെല്ലാം ക്ഷീരകർഷകർ മിൽമയെന്ന സ്വന്തം സ്ഥാപനത്തിലൂടെ സംഘടിച്ചു നടത്തുന്നു. ഉൽപാദനത്തിന്റെയും വിൽപ്പനയുടെയും നേട്ടം കർഷകർക്ക് ഒരുപോലെ ലഭിക്കുന്നു. നിങ്ങൾ മിൽമ ഉൽപ്പന്നം വാങ്ങുമ്പോൾ 1 രൂപയ്ക്ക് 82 പൈസയും പോകുന്നത് ക്ഷീരകർഷകരിലേക്കാണ്.